ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു. CR7-ക്കെതിരെയുള്ള മത്സരത്തിൽ പകരക്കാരനായിക്കൊണ്ട് നെയ്മർ കുറച്ചു നേരം കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സാന്റോസ് പരാജയപ്പെടുകയും പുറത്തു പോവുകയും ചെയ്തു എന്നത് നെയ്മർക്ക് നിരാശ നൽകുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഈ മത്സരത്തിലെ നെയ്മറുടെ പ്രകടനം അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 24 മിനിറ്റ് കളിച്ചു. ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ നെയ്മർക്ക് കഴിഞ്ഞു. വളരെ നിർണായകമായ 4 പാസുകൾ അഥവാ 4 കീ പാസുകൾ, 2 ഷോട്ടുകൾ ഉതിർത്തു. 1 ടാർഗറ്റിലേക്കായിരുന്നു. ഒരു ഫൗൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരു പെനാൽറ്റി അദ്ദേഹം കൺവേർട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. സോഫാ സ്കോറിന്റെ ഒരു റേറ്റിംഗ് വരുന്നത് 7.7 ആണ്. അതായത് ചുരുങ്ങിയ സമയമാണ് കളിച്ചിട്ടുള്ളത്. മോശമല്ലാത്ത രൂപത്തിൽ നെയ്മർ ജൂനിയർ കളിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഒരു വിലയിരുത്തൽ കൂടി നമ്മൾ ഒന്ന് പറയേണ്ടതുണ്ട്. അതായത് നെയ്മർ ജൂനിയറെ കുറിച്ച് ഒരു ബ്രസീലിയൻ ആരാധകന്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നെയ്മർ ജൂനിയർ കളിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 10 ഗോൾ അവസരങ്ങൾ ലഭിക്കും. അതായത് ഗോൾ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഇന്ന് നെയ്മറെ പോലെ ഒരു താരം ഫുട്ബോൾ ലോകത്തില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാൽ ശാരീരികമായി നെയ്മർ ജൂനിയർ ഇപ്പോൾ ഫിനിഷ്ഡ് ആണ്. ഒരിക്കലും അദ്ദേഹത്തെ 100% ഓക്കെ ആയിക്കൊണ്ട് നമുക്ക് ലഭിക്കില്ല. അത് ഈ ശാരീരിക പ്രശ്നങ്ങൾ അഥവാ പരിക്കുകൾ ഒരു വലിയ ബാധ്യതയാണ്. ഇതാണ് നെയ്മറുടെ നെഗറ്റീവ്. അതായത് പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ 100% ഫിറ്റ്നസ് കൈവരിക്കാൻ നെയ്മർക്ക് കഴിയുന്നില്ല. അത് നെയ്മറുടെ ഒരു നെഗറ്റീവാണ്. നെയ്മറുടെ പോസിറ്റീവ് എന്തെന്നാൽ കളിക്കളത്തിൽ നെയ്മർ ഉണ്ടെങ്കിൽ അദ്ദേഹം വളരെയധികം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ഈ ഒരു ആരാധകൻ അഭിപ്രായമായി കൊണ്ട് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ജൂൺ മാസത്തിൽ 2 മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. ആ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ മുഴുവൻ സമയവും ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കുറച്ച് സമയം ഇങ്ങനെ നെയ്മറെ കളിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പതിയെ തിരികെ കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ സാന്റോസിന് ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.